ഭർതൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ജീവനൊടുക്കിയ വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിൽ അനിശ്ചിതത്വം. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിൽ ഭർത്താവ് നിതീഷിന്റെ നിലപാട് കൂടി അറിയണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കുടുംബത്തിന്റെ ആവശ്യങ്ങളിൽ വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് വിപഞ്ചികയുടെ മാതാവ് ശൈലജയ്ക്ക് 24-ലൂടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉറപ്പു നൽകി. അമ്മ തന്നെ പറയുന്നുണ്ട്, കേരളപുരത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടിൽ സംസ്കരിക്കണമെങ്കിൽ അവിടെ എങ്ങനെയായാലും ഞങ്ങൾക്കൊക്കെയാണ്. പക്ഷെ കേരള മണ്ണിൽ കൊണ്ടുവന്ന് എന്റെ കുഞ്ഞുങ്ങളെ മണ്ണിലേക്ക് അലിയിച്ച് ചേർക്കണമെന്ന് പറയുന്ന അമ്മയുടെ വികാരം. പക്ഷെ നമുക്ക് അവിടുത്തെ നിയമം പറയുന്നത്, അനുശാസിക്കുന്നത് ലീഗലി സെപ്പറേറ്റഡ് അല്ലാത്ത ഘട്ടത്തിൽ പ്രയോറിറ്റി ഫോർ ദി ഹസ്ബൻഡ്. അപ്പൊ അതെങ്ങനെ ട്രാക്ക് ഡൗൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് സമവായത്തിലൂടെയോ ഹസ്ബൻഡിനും കൂടി കേരളത്തിലേക്ക് വരാനുള്ള സൗകര്യം നിയമപരമായി അവിടുത്തെ നിയമത്തിന്റെ സഹായത്തോടെ ഇവിടുത്തെ പോലീസിന്റെ ഒരു തിരിച്ചയാളെ അവിടെ എത്തിക്കാമെന്ന് പറയുന്ന ഒരു അണ്ടർടേക്കിംഗ് ഇവിടുത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു അണ്ടർടേക്കിങ്ങിലൂടെയൊക്കെ സാധ്യമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനൊക്കെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഷാർജയിൽ മരിച്ച വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും അതും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കുടുംബം, മാതാവ് അടക്കം അവിടേക്ക് ഷാർജയിലേക്ക് എത്തുന്നതും ഷാർജ പോലീസിനെ നേരിൽ കാണാൻ ശ്രമിക്കുന്നതും ശ്രമം നടത്തുന്നതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ അപ്രതീക്ഷിതമായാണ് മറ്റൊരു വിഷയം ഇതിപ്പോൾ ചർച്ചയാകുന്നതും അത് കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്ക് പോകുന്നതും. ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ ഈ പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ഹൈക്കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും നിരീക്ഷണങ്ങളും എന്താണ് വിഷ്ണു? ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിലൊരു തീരുമാനം ഇനിയും ആയിട്ടില്ല. ഇപ്പോഴും ആ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനിടയിലാണ് ആ വിപഞ്ചികയുടെ അമ്മയുടെ സഹോദരി ഹൈക്കോടതിയെ സമീപിച്ചത്. അവരുടെ ആവശ്യം ഇതാണ്: വിദേശകാര്യ മന്ത്രാലയത്തോട് ഹൈക്കോടതി നിർദ്ദേശം നൽകണം ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. ഒപ്പം വിപഞ്ചികയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ട് കുടുംബത്തിന്. പ്രത്യേകിച്ച് വിപഞ്ചിക അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാനസികമായും ശാരീരികമായും ഒക്കെ. അതുകൊണ്ട് ഇത് കൊലപാതകമാണെന്നൊരു സംശയം കൂടി അവർ ഈ ഹർജിയിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കോടതി ഈ വിഷയത്തിൽ മറ്റൊരു നിലപാടാണ് സ്വീകരിച്ചത്. നിലവിൽ ഭർത്താവിനെയാണ് ആരോപണ വിധേയനായി നിലനിൽക്കുന്നത്. പക്ഷേ അയാളൊരു ക്രിമിനൽ കേസിൽ പ്രതിയാണെങ്കിൽ പോലും ഈ മൃതദേഹങ്ങളിൽ അയാൾക്ക് അവകാശമില്ല എന്ന് എങ്ങനെ പറയാനാകും? നിലവിൽ ഈ മൃതദേഹങ്ങളുടെ അവകാശം അയാൾക്ക് ആണ് ഉള്ളതെന്ന് കോടതി വ്യക്തമാക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ നിതീഷിനെ കൂടി കേൾക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയാണ് നിതീഷിനെ കൂടി ഈ കേസിൽ ഈ ഹർജിയിൽ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഒരുപക്ഷെ നാളെ ഈ കേസ് വീണ്ടും പരിഗണിക്കും. ഒപ്പം എംബസിയോടുകൂടി ഈ വിഷയത്തിലെ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ അനിശ്ചിതത്വം, അതായത് വലിയ പ്രതിസന്ധി ഞങ്ങൾ നേരിടുന്നുവെന്നാണ് വിപഞ്ചികയുടെ കുടുംബം പറഞ്ഞത്. പ്രത്യേകിച്ച് UAE ഭരണകൂടം ഔദ്യോഗികമായ ഒരു വിവരങ്ങളും തങ്ങൾക്ക് കൈമാറുന്നില്ല അടക്കമുള്ള കാര്യങ്ങൾ ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് നിലവിൽ ഈ കുടുംബം പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാകുമെന്ന് അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. നാളെ എംബസി ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കും. ഒപ്പം നിതീഷിന്റെ നിലപാടും നാളെ അറിയിക്കാനാകും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.